ഇന്ന് വാട്സപ്പിൽ വന്ന ഒരു ഓഡിയോ മെസ്സേജ് കേട്ടു നോക്കി. കേൾക്കാനായില്ല, കരച്ചിൽ മാത്രം. LSTD ഓവർസിയർ ഗ്രേഡ് 3 കഴിഞ്ഞ് ഒരു കുട്ടി അയച്ച മെസ്സേജാണ്. അതിനിടയിൽ കരച്ചിലിനിടയിൽ ചില ശബ്ദങ്ങൾ കേട്ടു. ആ ശബ്ദങ്ങൾ ഇങ്ങനെയായിരുന്നു: ഒരു വർഷത്തോളമായി പഠിക്കുന്നു, എന്നിട്ട് എന്തേ ഇങ്ങനെ സംഭവിക്കുന്നേ? എനിക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ, ഇനി എന്താണ് ചെയ്യുക? 80 കിട്ടിയുള്ളൂ, 80 കിട്ടിയുള്ളൂ. ഞാൻ വീണ്ടും കേട്ടു നോക്കി, എന്താണ് പറയുന്നത്. നോക്കുമ്പോൾ 80 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ്. ഒരുപക്ഷെ ആ കുട്ടി അതിൽ കൂടുതൽ പ്രതീക്ഷിച്ച് കാണും. എനിക്ക് ആദ്യം തമാശയാണ് തോന്നിയത്. കാരണം 80 മാർക്കൊക്കെ ഈ എക്സാമിൽ നല്ല മാർക്ക് തന്നെയാണ്, മോശം മാർക്കൊന്നുമല്ല. ഈ ഘട്ടത്തിൽ പണ്ട് രാമനാട്ടുകരയിലുണ്ടായിരുന്ന അഹമ്മദിനെ കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നടത്തിയ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, സാർ എല്ലാ ദിവസവും എക്സാം നടത്താറില്ലേ? 20 അല്ലെങ്കിൽ 25 എക്സാം നടത്താറ്. എനിക്ക് 2-3 മാർക്കാണ് എല്ലാ ദിവസവും കിട്ടാറ്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ചോദിച്ചു, എന്താ അഹമ്മദേ ഇന്ന് എത്ര സന്തോഷത്തിന് കാരണം? ഇന്ന് എനിക്ക് 11 മാർക്ക് ലഭിച്ചു. ഇന്നെനിക്ക് 11 മാർക്ക് ലഭിച്ചെങ്കിൽ അത് പഠിക്കാതെ ക്ലാസ്സിലിരുന്ന ഓർമ്മയിലാണ് എനിക്കത് കിട്ടിയത്. എങ്കിൽ ഞാൻ ഇനി ഒന്ന് പരിശ്രമിച്ചാൽ എനിക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നോക്കൂ, അവിടെ മറ്റുള്ള ആളുകൾ 25 വാങ്ങിച്ച് നിൽക്കുന്ന ആളുകളാണ് കൂടുതൽ പേരും. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഇന്നെനിക്ക് 11 മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് 25 കഴിയും. അദ്ദേഹം ഗൾഫ് റിട്ടേണായി വന്ന് കുറേ പ്രായമായിട്ടൊക്കെ പഠിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ കണ്ണ് തുറപ്പിച്ച സംഭവമാണ്. ഇന്ന് അദ്ദേഹം സർക്കാർ സർവീസിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പഠിക്കുകയാണ്, ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ വ്യത്യാസം. എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്കുണ്ടാകുന്ന ചെറിയ ചില നേട്ടങ്ങളുണ്ട്, അത് നമ്മൾ ആഘോഷിക്കണം. നേട്ടങ്ങളെ നേട്ടങ്ങളായിട്ട്, അത് എത്ര ചെറുതാണെങ്കിലും അതിലും ഒരു പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ.